ഉള്ളിൽ കണ്ടുകൊണ്ട്, കേശാദിപാദം കണ്ടുകൊണ്ട് പറയണം, ഭഗവാനെ, ഞാൻ അവിടുത്തെ ദാസനാണ്, അവിടുന്ന് എനിക്ക് മിത്രമാണ്, അവിടുന്ന് എനിക്ക് സുഹൃത്താണ്, അവിടുന്ന് എനിക്ക് എല്ലാമാണ്, അച്ഛനാണ്, അമ്മയാണ്, എല്ലാമാണ്. ഇന്ന് ആരോടൊക്കെ ഞാൻ ഇടപഴകുന്നുണ്ടോ അവരോടൊക്കെ എനിക്ക് നല്ല രീതിയിൽ ഇടപഴകാനുള്ള ശക്തി തരണം. എന്തെല്ലാം അനുഭവങ്ങൾ വരുന്നുണ്ടോ അതെല്ലാം ഞാൻ അവിടുത്തെ പ്രസാദമായിട്ട് പതറാത്ത മനസ്സോടുകൂടി സ്വീകരിക്കാൻ എനിക്ക് സാധിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞ് ജീവിതം തുടങ്ങി. അങ്ങനെ നമ്മൾ ജീവിതം കൊണ്ടു നടന്ന് പിന്നീട് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് മനസ്സിൽ പറയുകയാണ്, ഭഗവാനെ, ഇന്ന് ഞാൻ എന്തെല്ലാം അപരാധങ്ങൾ ചെയ്തിട്ടുണ്ടോ അതൊക്കെ ഭഗവാനെ ഞാൻ അവിടുത്തെ പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. എന്തെല്ലാം ശിക്ഷകൾ അതിലൂടെ വരാനുണ്ടോ അതൊക്കെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ ചെയ്തിരിക്കുന്ന തെറ്റുകളാണ്, അതെനിക്ക് തിരിച്ചു വന്നേ പറ്റുള്ളൂ. ഇനിയും എനിക്ക് അങ്ങനെയുള്ള അവിവേകങ്ങൾ തോന്നാതിരിക്കട്ടെ ഭഗവാനെ എന്നെല്ലാം നമ്മൾ മനസ്സിൽ പറഞ്ഞ്, പണ്ടുള്ളവരൊക്കെ പഠിപ്പിക്കും ഇതൊക്കെ. രാത്രി കടന്നുറങ്ങാൻ നേരത്ത് പറയും നമ്മളോട് ചൊല്ലാൻ, കരചരണകൃതം വാ കായജം കർമ്മജം വാ മാനസം വാ പരാദം വിഹിതമവിഹിതം വാ സർവമേതൽ ക്ഷമസ്വ ജയ ജയ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ. ഇങ്ങനെയൊക്കെയുള്ളവർ പണ്ടുള്ളവർ പറഞ്ഞു തരാറുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നും പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല. രാത്രി കിടക്കുന്നതിൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ നിന്ന് എണീറ്റിട്ടാണ്. ആ ലോകത്തിലാണ് ഇപ്പം നമ്മൾ ജീവിക്കുന്നത്. അതും കാണുന്നതൊക്കെ അപകടം പിടിച്ച കമ്പ്യൂട്ടറിൽ ഉള്ള ഗെയിമൊക്കെ കഴിഞ്ഞിട്ടാണ് കിടക്കുന്നത്. രാത്രി കിടക്കുമ്പോൾ ഞെട്ടി അലറിയിട്ടാണ് എണീക്കുന്നത്. ആരാണ്? സ്പൈഡർമാൻ. ഇത് കണ്ടിട്ടാണ് വരുന്നത്. അപ്പോൾ ഉടനെ അമ്മ പറയുകയാണ്, സ്പൈഡർമാൻ അല്ലാതെ നിന്റെ അച്ഛനാണെന്ന്. പിന്നെ താടിയും മുടിയൊക്കെ കൂടി കണ്ടിട്ട് പിന്നെ കാണുന്നത് സ്പൈഡർമാൻ കിടക്കുന്ന പോലെയാണ് അച്ഛനെ കാണുന്നത്. മനസ്സിലായില്ലേ? ഇതാണ് ഇന്നത്തെ ലോകം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു അഭ്യാസം ചെയ്ത് 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 യാവന്ന ജായേത പരാവരേസ്മിൻ വിശ്വേശ്വരേ ദ്രഷ്ടരി ഭക്തിയോഗ താവൽ സ്തവീയ പുരുഷസ്യ രൂപം താവത് അത്ര കാലം സ്തവീയ സ്ഥൂലമായ പുരുഷസ്യ രൂപം പ്രയതസ്മരേത ക്രിയാവസാനേ. ഏത് ക്രിയ ചെയ്യുമ്പോഴും, ക്രിയ ചെയ്ത് കഴിഞ്ഞാലും ഭഗവാന്റെ രൂപത്തെ മനസ്സിൽ ഉറപ്പിക്കണം. അപ്പൊ ഭാരതീയ, ശ്രദ്ധിക്കുന്നുണ്ടല്ലോ നിങ്ങൾ, ഭാരതീയ സംസ്കാരം എന്നും ഭഗവാന്റെ രൂപത്തെ ഉപാസിക്കാൻ പറയുന്നില്ല. അതേതുവരെ മാത്രമേ വേണ്ടൂ? അത് വ്യക്തമാവണേ നിങ്ങൾക്ക്. അല്ലെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള പുരോഗതി തടയാൻ വിഗ്രഹങ്ങൾക്ക് പോലും സാധിക്കും. നമ്മുടെ ആത്മീയ പുരോഗതി തടയാൻ വിഗ്രഹങ്ങൾക്ക് പോലും സാധിക്കും. അത് വളരെ തുറന്ന് നമ്മുടെ ഋഷീശ്വരന്മാർ കാണിച്ചു തന്നിട്ടുണ്ട് നമുക്ക്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും രാമകൃഷ്ണ പരമഹംസർക്ക്. അദ്ദേഹം വലിയ കാളി ഉപാസകനായിരുന്നു. തൻ്റെ മനസ്സിൽ കാളിയെ കാണാൻ സാധിക്കും. തൻ്റെ കണ്ണു തുറന്നാൽ കാളിയെ കാണാൻ സാധിക്കുന്ന ആ മഹാൻ. അങ്ങനെ കാളിയുപാസന ചെയ്ത് സർവം കാളിമയമായി കണ്ട് അങ്ങനെ അദ്ദേഹം ജീവിതം മുന്നോട്ട് നയിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് കടന്നു വരുന്നു. ഗുരുവിന്റെ രൂപത്തിൽ കാളി തന്നെ ഗുരുവായി വന്നു എന്നാണ്. തോത്താപുരി എന്നുള്ള രൂപത്തിൽ വന്നു എന്നാണ്. കേട്ടിട്ടുണ്ടോ കഥ? എന്നിട്ട് ഇദ്ദേഹത്തിനോട് പറയും, അങ്ങയുടെ മനസ്സ് ഭഗവാനിലേക്ക് ഏറെക്കുറെ എത്തിക്കഴിഞ്ഞു, പക്ഷെ അത് സമർപ്പിക്കാൻ തടസ്സം നിൽക്കുന്നത് ആരാന്നറിയോ? ഇപ്പോ അങ്ങയുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തിയിരിക്കുന്നത്, ഇതുവരെ അങ്ങയെ ഉയർത്തിക്കൊണ്ടുവന്നത് കാളിയാണ്, പക്ഷെ ഇപ്പൊ തടസ്സപ്പെടുത്തിയിരിക്കുന്നതും കാളിയാണ്. അപ്പൊ ഇനി എന്ത് ചെയ്യണം? ആ കാളിയുടെ രൂപത്തെ മനസ്സിൽ നിന്നും മാറ്റണം. ഇദ്ദേഹത്തിന് പറ്റില്ല. ഇദ്ദേഹത്തിനോട് പറയും, തട്ടി മാറ്റി തന്നെ വേണം ആ രൂപം. ഇദ്ദേഹം ഒരു പ്രാവശ്യം കണ്ണടച്ചിരിക്കും. പറയും, കാളിയുടെ കയ്യിൽ എന്താണ്? അല്ല വാളാണ്, അതെടുത്തോളൂ എന്ന്. എനിക്ക് പറ്റില്ല, പറ്റില്ല പറ്റില്ല, കളിയുടെ വാളെടുക്കാൻ പറ്റില്ല. പിന്നെയോ, ഞാൻ പോവുകയാണ്, തോത്താപുരി പോയി. വീണ്ടും തോത്താപുരിയോട് പറയാം, അല്ല എനിക്ക് അനുഭൂതി തരണം, ഈശ്വരാനുഭൂതി തരണം എന്ന്. അങ്ങനെ വീണ്ടും കൊണ്ടുവരും. വീണ്ടും ആ കാളിയുടെ രൂപത്തെ അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് മാറ്റിക്കും. അങ്ങനെ ആ രൂപം മാറുന്നതോടുകൂടി അദ്ദേഹത്തിന് ആ കാളി എന്നുള്ള രൂപം മാറിയപ്പോൾ മനസ്സത്രയും ഏകാഗ്രമായിട്ടുണ്ട്. ആ മനസ്സ് ആരിലേക്ക് ലയിക്കും? ഭഗവാനിലേക്ക്. അവിടെ അദ്ദേഹം 3 ദിവസം ഒറ്റയിരിപ്പിലിരുന്നു എന്നാണ്. ആ ഭഗവത് സ്മരണയിൽ, അനുഭൂതിയിൽ അങ്ങനെ ഇരുന്നു എന്നാണ്. ആ സമാധിയിലിരുന്നു എന്നാണ്. ഒരു തടസ്സം അങ്ങോട്ട് നീങ്ങിയപ്പോൾ അതിൽ തന്നെ എത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇത് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്, വിഗ്രഹങ്ങൾ പോലും നമ്മളെ തടസ്സപ്പെടുത്തും. പക്ഷെ നമ്മളെന്നും തടസ്സപ്പെടുത്തില്ല. കാരണം നമ്മളൊരു വിഗ്രഹത്തിനും പിടിച്ചിട്ടില്ല. നമ്മൾ കേമന്മാരാണ്. കാരണം നമ്മളാകെ കൺഫ്യൂസ്ഡ്, ഏത് വിഗ്രഹം പിടിക്കണം എന്നുള്ളത്. നമ്മൾ പിടിച്ചാലല്ലേ വിടേണ്ട പ്രശ്നമുള്ളൂ. അതുകൊണ്ട് ഇവിടെയാണ് നമുക്ക് ക്ലിയർ ആക്കേണ്ടത്. ഒന്നിനെ പിടിക്കണം, പിടിച്ചതിനെ വിടണം. നമുക്ക് ഭാരതീയ സംസ്കാരം പോലെ എനിക്ക് തോന്നില്ല വേറൊരു സംസ്കാരം എത്ര ഉത്കൃഷ്ടമായിട്ടുണ്ടോ എന്ന്. നമ്മൾ ഈ ഗണേശ ചതുർത്ഥി ആഘോഷിക്കുമ്പോഴല്ലോ, ഗണേശയെ പിടിക്കും, 14 ദിവസം കഴിഞ്ഞാൽ പാർട്ടിയെ വെള്ളത്തിലേക്ക് വിട്ടു.
ഇനി അടുത്ത പോലെ നോക്കിക്കൊള്ളാന്ന്. അപ്പൊ നമുക്ക് വിഗ്രഹങ്ങളെ ഉണ്ടാക്കാനും നമുക്ക് സാധിക്കും, വിഗ്രഹങ്ങളെ കളയാനും നമുക്ക് സാധിക്കും. നമ്മൾ വിഗ്രഹത്തിൽ കുടുങ്ങി നിൽക്കുന്നവരല്ല. നമുക്ക് വിഗ്രഹം എന്ന് പറയുന്നത് വിഗ്രഹം മാത്രമാണ്. വിഗ്രഹം മാത്രമാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വിശേഷേണ ഗ്രഹിക്കേണ്ടതും അതിൽ നിന്ന് ഉയരേണ്ടതുമാണ്. വിഗ്രഹം എന്നുള്ള ശബ്ദത്തിനർത്ഥം വിശേഷേണ ഗ്രഹിക്കേണ്ടത് എന്നാണ്. എന്താ ഗ്രഹിക്കേണ്ടത്? പലപ്പോഴും നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല പലരും. നമ്മൾ പൂജകളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഒരു പൂജാരി തന്നെ പൂജിച്ചതിന് ശേഷമാണ് ആരെ പൂജിക്കുക? ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ആത്മപൂജ കഴിഞ്ഞതിന് ശേഷമാണ് വിഗ്രഹ പൂജ ചെയ്യുന്നത്. അപ്പൊ തന്നിലിരിക്കുന്ന ചൈതന്യത്തെ, ആ ഭഗവത് ചൈതന്യത്തെ അത് നല്ലവണ്ണം പൂജിച്ചിട്ട് ഈ ചൈതന്യം തന്നെയാണ് ആവാഹിച്ച് വിഗ്രഹത്തിലേക്ക് വയ്ക്കുന്നത്, പ്രാണനിലൂടെ വിഗ്രഹത്തിലേക്ക് എത്തിക്കുന്നത്. എന്നിട്ട് ആ വിഗ്രഹത്തെ പൂജിക്കുമ്പോൾ അദ്ദേഹം ശരിക്കും ആരെയാ പൂജിക്കുന്നത്? ഏതൊരു ദൈവത്തിനെയാണോ? തന്നിലിരിക്കുന്ന ചൈതന്യത്തെയാണ് അതിലേക്ക് ആവാഹിക്കുന്നതെങ്കിൽ ആരെയാ പൂജിക്കുന്നത്? തന്നെയാണ് പൂജിക്കുന്നത്. നമ്മളൊരു കണ്ണാടിയിൽ നോക്കുന്നത് പോലെ അദ്ദേഹം വിഗ്രഹത്തിലൂടെ തന്നിലെ ചൈതന്യത്തെ പൂജിക്കുന്നു, അല്ലേ? അത് കഴിഞ്ഞിട്ടോ ആ ചൈതന്യത്തെ വീണ്ടും തന്നിലേക്ക്. അപ്പൊ ആവാഹനവുമുണ്ട്, ഉദ്വാസനം എന്ന് പറയും, ഉദ്വസിക്കുക എന്ന് പറയും. കണ്ടിട്ടുണ്ടോ ഇതെല്ലാം? ആ ഉദ്വസിച്ച് തന്നിലേക്ക് തന്നെ കൊണ്ടുവരുന്നു. ഇതൊക്കെ വെറും ഒരു സങ്കല്പം മാത്രമാണ്. ആവാഹിച്ച് തന്നിൽ നിന്ന് ചൈതന്യം അവിടേക്ക് മാത്രം എത്തിക്കഴിഞ്ഞാൽ, തന്നിലുള്ള ചൈതന്യം മുഴുവൻ അതിലേക്ക് പോയി കഴിഞ്ഞാൽ ഇയാൾ വടിയാവില്ലേ? മനസ്സിലായില്ലേ? ഇത് വെറും ഒരു സങ്കല്പമാണ് പൂജകളൊക്കെ. അപ്പോ ഇതൊന്ന് ഉറപ്പിക്കേണ്ടതാണ്. ആ വിഗ്രഹത്തിലൂടെ പൂജിക്കുന്നത് തന്നിലെ ചൈതന്യത്തെ ആണെങ്കിൽ വിഗ്രഹം എന്ന് പറയുന്നത് വിശേഷേണ ഗ്രഹിക്കേണ്ടതാണ്. അതുകൊണ്ട് നമുക്കുണ്ടല്ലോ, നമ്മൾ ഈ സംസ്കാരം കുട്ടിക്കാലത്ത് വളർത്തിക്കൊണ്ടുവരേണ്ടതായിരുന്നു. ഒന്നിനെ പിടിക്കണം, എത്തേണ്ടടുത്ത് എത്തിക്കഴിഞ്ഞാൽ അതിനെ വിടണം. അപ്പൊ ഇത് ഈ ഒന്നാമത് ഇന്ന് ഹിന്ദു സംസ്കാരത്തിലുണ്ടല്ലോ അനവധി ദേവതകൾ വന്ന് അനവധി അമ്പലം പോട്ടെ, നമ്മുടെ വീട്ടിലെ പൂജാമുറി തന്നെ ഇരുന്നാൽ വളരെ കൺഫ്യൂഷനാണ്. കാരണം കുറെ പേര് നിലത്തിരിക്കണു, കുറെ പേര് ചുമരിലിരിക്കണു, കുറെ പേര് ഇരിക്കാൻ സ്ഥലമില്ലാതിരിക്കണു. ആകെ കൺഫ്യൂഷനാണ് ഇതിൽ ഏതാ പിടിക്കേണ്ടതെന്നുള്ളത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു മനസ്സ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാതെ കൊണ്ടു നടക്കുന്നത് കൊണ്ടായിരിക്കാം ഏകാഗ്രത കിട്ടാത്തത്. അതുകൊണ്ട് ആരെ ഉപാസിക്കണം എന്നുള്ളത് സ്വയം തീരുമാനിച്ച് ഏതെങ്കിലും ഒന്നിൽ തന്നെ, രാമകൃഷ്ണ പരമഹംസരൊക്കെ എത്ര വ്യക്തമായി പറയുന്നു. നിങ്ങൾക്കൊരു പുഴ കടക്കണമെങ്കിൽ എത്ര തോണി വേണം? ഒരു തോണി വേണം. ഒരു മുകളിലേക്ക് കയറണമെങ്കിൽ എത്ര സ്റ്റെയർ കേസ് വേണം? എത്ര കോണി വേണം? ഒരു കോണി മതി, പോരെ? ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആത്മീയമായി ഉയരാൻ എത്ര ദേവന്മാര് വേണം? എല്ലാവർക്കൊന്നും വിഗ്രഹാരാധന വേണമെന്നില്ല. വിവേകാനന്ദ സ്വാമികൾ ഒരിക്കലും വിഗ്രഹാരാധനയിലൂടെ കടന്നു പോയിട്ടില്ല. അതില്ലാതെ തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിനെ അദ്ദേഹത്തിന് ഉയർത്താൻ സാധിക്കുമായിരുന്നു. അതുകൊണ്ട് യാവന്നജായേത പരാവരേസ്മിൻ വിശ്വേശ്വരേ ദൃഷ്ടരി ഭക്തിയോഗ താവൽ സ്തവീയ പുരുഷസ്യ രൂപം ക്രിയാവസാനേ പ്രയതസ്മരേത സ്ഥിരം സുഖം ചാസനമാശ്രിതോ യഥാ ജിഹാസൂരരിരം മംഗശ്ലോകം കാലേച്ച ദേശേച്ച മനോന സജ്ജേൽ പ്രാണാന്യസ്യേൽ മനസാജിതാസു. വീട്ടിൽ അഭ്യാസം ചെയ്യൂ. സ്ഥിരം സുഖം ആസനം ആസിതോ യതിർ ജിഹാസും അംഗലോകം കാലേച്ച ദേശേ മനോന്ന സജ്ജേൽ. ഒരു ചിന്തകളും കാലം കൊണ്ടോ ദേശം കൊണ്ടോ ഉണ്ടാകുന്ന ഒരു ചിന്തയിലും മനസ്സിനെ പോവാൻ അനുവദിക്കാതെ വീട്ടിൽ ഒരിടത്തിരുന്നു കൊണ്ട്, പൂജാമറി ഉണ്ടെങ്കിൽ നന്നായി, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരുന്നു കൊണ്ട് സൗകര്യം. കാരണം ഫ്ലാറ്റിൽ പൂജാമറി ഉണ്ടാവില്ല. ഇപ്പൊ ഫ്ലാറ്റിലുള്ളവരോട് പൂജാമറിയിൽ ഇരിക്കൂ പറഞ്ഞാൽ സാധ്യമല്ല. അപ്പൊ ബെഡ്റൂമിൽ ഇരുന്നിട്ടോ, ബാത്റൂം വേണ്ട, എവിടെയെങ്കിലും അടുക്കളയിലും വേണ്ട, ബാക്കി എവിടെയെങ്കിലും റൂമിലിരുന്നു കൊണ്ട്, അതും മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് ആ ഭഗവാന്റെ രൂപത്തെ പാദാദി കേശാദി പാദം കണ്ടുകൊണ്ട് ആ ഭഗവാന്റെ ദാസനാണെന്നും എന്തും ഭഗവത് പ്രസാദമാണെന്നും ഉറപ്പിക്കാൻ കുറച്ചു നേരം മനസ്സിൽ ഭഗവാനെ തന്നെ ഏകീഭവിപ്പിച്ചുകൊണ്ട്, വീണ്ടും കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ആദ്യം ഗുരുവായൂരപ്പനെയാണ് കാണുന്നതെങ്കിൽ ഉടനെ തന്നെ ശിവനും കൂടി ഇരുന്നോട്ടല്ലേ, അത് തോന്നരുത്. ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പൂജാമുറിയിലുള്ള ദൈവങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് കയറി വരേ. അപ്പൊ നമ്മൾ സമ്മതിക്കരുത്. ഏതെങ്കിലും ഉറപ്പിക്കണം. എനിക്ക് ഈ രൂപത്തിലൂടെ മനസ്സിനെ എവിടെ എത്തിക്കണം? മനസ്സ് ഭഗവാനിലേക്ക് എത്തില്ലല്ലോ. ഭഗവാന്റെ രൂപത്തിലൂടെ എവിടെ എത്തിക്കണം? സമബുദ്ധിയിലേക്ക് എത്തിക്കണം. സമബുദ്ധിയിൽ എത്തിക്കഴിഞ്ഞാൽ എവിടേക്ക് എത്താൻ എളുപ്പമായി?
ഭഗവാനിലേക്ക് എത്താൻ എളുപ്പമായി. അങ്ങനെ ഒരു സമബുദ്ധി കിട്ടുന്നത് വരെ മാത്രമേ ഭഗവാന്റെ രൂപത്തെ എനിക്ക് ആവശ്യമുള്ളൂ എന്ന ബോധത്തോടു കൂടിയിട്ട് മനസ്സിനെ ഉറപ്പിച്ചുകൊണ്ട് അങ്ങനെ മനസ്സിനെ ക്രമേണ ക്രമേണ പ്രാണാനിയശ്ചേൽ മനസാജിദാസോ പ്രാണായാമം ചെയ്ത് പ്രാണായാമത്തിലൂടെ നാമസങ്കീർത്തനത്തിലൂടെ ആ മനസ്സിനെ ഉയർത്തു. അങ്ങനെ ക്രമേണ ക്രമേണ മനസ്വബുദ്ധ്യാമലയാ നിയമ്യ ക്ഷേത്രജ്ഞയേതം നിയമേത്തമാത്മനി ആത്മാനമാത്മന്യപരുദ്ധ്യതീരോ ലബ്ധോപശാന്തിർ വിരമേതകൃത്യൽ. മനസ്വബുദ്ധ്യാമലയാ, ആ മനസ്സിന്റെ മാലിന്യങ്ങളൊക്കെ മാറി 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 മനസ്സെന്തായി മാറും? മനസ്സ് സമബുദ്ധി. സമബുദ്ധി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തു വന്നാലും ഭഗവാന്റെ പ്രസാദമായി സ്വീകരിക്കാനും ഉൾക്കൊള്ളാനുമുള്ള കഴിവ്. അങ്ങനെയുള്ളൊരു മനസ്സ് വന്നു കഴിഞ്ഞാൽ ആത്മാനം ആത്മന്യപരുദ്ധ്യതീരോ, തൻ്റെ മനസ്സിനെ ആരിലേക്ക് ചേർക്കാൻ പറ്റും? ഭഗവാനിലേക്ക് എപ്പോഴും ചേർത്ത് വെക്കാൻ അവർക്ക് സാധിക്കും. ലബ്ധ ഉപശാന്തിർ വിരമേതകൃത്യൽ, എപ്പോഴും അവരുടെ മനസ്സിൽ എന്തുണ്ടാവും? ശാന്തി വിളയാടും. അവർക്ക് ഭയത്തിൽ നിന്ന് മുക്തരാവാം, അവർക്ക് ദുഃഖത്തിൽ നിന്ന് മുക്തരാവാം. എപ്പോഴും മനസ്സിൽ പ്രസന്നതയുണ്ടാവും. ആർക്കതൊക്കെ ഉണ്ടാവുക? മനസ്സിനെ ഒരു രൂപത്തെ ഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയി മനസ്സിനെ സമബുദ്ധിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്തു വന്നാലും അവർക്ക് വേദനകൾ ഉണ്ടാവും. എന്തുണ്ടാവില്ല? ദുഃഖം ഉണ്ടാവില്ല. നോക്കൂ, വേദനയും ദുഃഖവും വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം, ഒരമ്മ പ്രസവിച്ചു കഴിഞ്ഞാൽ വേദനയുണ്ട്, ദുഃഖമില്ല. കാരണം അവർക്കൊരു കുട്ടിയെ കിട്ടി. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഭഗവാൻ കൂടെയുണ്ട്, എനിക്ക് ഭഗവാൻ കൂട്ടിനുണ്ട്, ഭഗവാനെ കിട്ടിയിട്ടുണ്ട് എന്ന ബോധം നമ്മുടെ മനസ്സിൽ ഒരമ്മയ്ക്ക് കുട്ടിയെ കിട്ടിയതുപോലെ ഉറപ്പിക്കാൻ സാധിച്ചാൽ നമുക്ക് വേദനകൾ വരും, പക്ഷേ എന്തു വരില്ല? ദുഃഖം വരില്ല. ഒരു വേദന ദുഃഖമായി തീരുന്നത് നിങ്ങൾ സ്വയം അനലൈസ് ചെയ്ത് നോക്കൂ. ഒരാൾ മരിക്കണോ? നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു പോകണു. ആ മരിക്കുന്ന സമയത്ത് അയാളുടെ മരണം വേദനയാണ് തരുന്നത്, ആണോ അല്ലയോ? പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടാണ് ദുഃഖം വരുന്നത്, ആണോ അല്ലയോ? ഒരു നഷ്ടത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴേ മനസ്സ് ദുഃഖിക്കുകയുള്ളൂ. എന്നാൽ നമുക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ഭഗവാനെ നമ്മൾ നേടിയെടുത്തിട്ടുണ്ട് എന്ന ബോധം ഉറച്ചാലോ അവർക്ക് ദുഃഖിക്കേണ്ടതുണ്ടോ? അവരുടെ മനസ്സ് പറയും, വന്നത് വന്നു, പോയത് പോയി, പക്ഷെ ആരുണ്ട് കൂടെ? ഭഗവാനെ, അങ്ങുണ്ടല്ലോ, അങ്ങയുടെ ലീലകൾ അങ്ങിതായിരിക്കും എനിക്ക് നിശ്ചയിച്ചിട്ടുണ്ടാവുക, എനിക്ക് ഇങ്ങനത്തെ ഒരു ജീവിതമാവും അങ്ങ് കൽപ്പിച്ചിട്ടുണ്ടാവുക. ഞാൻ ഇതിനെയും ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി. ശ്രദ്ധ ആരിലേക്ക് കൊണ്ടുവന്നു? മരിച്ചുപോയ ഉണ്ണിയിലേക്കല്ല കൊണ്ടുവന്നത്, കൂടെയുള്ള ഭഗവാനിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ മനസ്സിനെ ബാലൻസ് ചെയ്യാൻ പറ്റില്ലേ? ഇപ്പോൾ ഒരാൾ ദുഃഖിക്കണോ എങ്കിൽ അയാൾ ഏതോ നഷ്ടബോധത്തിൽ കുരുങ്ങി കിടക്കല്ലേ? അയാൾ ഭഗവാനെ നേടിയിട്ടില്ല എന്നുള്ള ഉറപ്പല്ലേ? ഭഗവാനെ നേടിയിട്ടുണ്ടെങ്കിൽ മനസ്സ് ദുഃഖിക്കുമോ? ഇപ്രകാരം ലബ്ധോപശാന്തിർ വിരമേതകൃത്യൽ നയത്ര കാലോ അനിമിഷാംബര പ്രഭു കുതോനു ദേവാ ജഗതാം യൈശ്വരേ നയത്ര സത്വം നരജസ്തമശ്ച ന വൈ വികാരോ ന മഹാൻ പ്രധാനം. ആ ഒരു സമയത്ത് അവരുടെ മനസ്സിൽ ന കാലോ അനിമിഷാംബര പ്രഭു ന ദേവ ജഗതാം യൈശ്വരേ ന യത്ര സത്വം ന രജ ന തമ ന വൈ വികാരോ ന മഹാൻ പ്രധാനം. അവരുടെ മനസ്സിൽ ആ സമയത്ത് കാലം കൊണ്ട് വേദനകൾ ഉണ്ടാക്കാൻ സാധ്യമല്ല, ഒരു ഗ്രഹത്തിനും അവരെ നശിപ്പിക്കാൻ സാധ്യമല്ല. ന ദേവന്മാർക്ക് സാധ്യമല്ല, ന സത്വം ന രജ, അവരുടെ ഉള്ളിൽ ഒരു തരത്തിലുള്ള വികാരത്തിനും അവരുടെ മനസ്സിനെ തളർത്താനോ പതറിപ്പിക്കാനോ സാധ്യമല്ല. ആരുടെ മനസ്സിനെ? ഏതൊരാളുടെ മനസ്സാണോ ഉപാസനയിലൂടെ സമബുദ്ധി നേടിയിരിക്കുന്നത്, അവർ ജീവൻ മുക്തരായി കഴിഞ്ഞാൽ ജീവൻ മുക്തന്റെ മനസ്സിനെ തളർത്താൻ ഒരാൾക്കും സാധ്യമല്ല, കാലത്തിന് സാധ്യമല്ല, അതുപോലെ തന്നെ ദേവന്മാർക്ക് സാധ്യമല്ല, ഒരു ശക്തിക്കും സാധ്യമല്ല. നവൈ വികാരോ, ഒരു വികാരങ്ങളും അവരുടെ മനസ്സിനെ തളർത്തില്ല. ആ പദമാണ്, ആ സ്ഥിതിയാണ് പരം പദം വൈഷ്ണവമാമനന്ദിതൽ എന്നേതി നേതീരുക്ഷവാം വിസജ്ജ ദൗരാത്മനന്യ സൗഹൃദാം ഹൃദോപഗുഹ്യാർക്കപദം പദേ പദേ പരം പദം വൈഷ്ണവമാമനന്തി. ഈ പദത്തിനെയാണ് വൈഷ്ണവപദം, വൈകുണ്ഠം എന്ന് പറയുന്നത്. വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന് അപ്പുറത്തുള്ള സ്ഥലം നല്ല അർത്ഥം. സാധാരണ നമ്മൾ സ്വർഗ്ഗലോകം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഹിന്ദുക്കൾക്കുണ്ടല്ലോ, ഒരുപാട് കഥകളുണ്ടല്ലോ നമുക്ക്. വൈകുണ്ഠത്തിൽ ഒരാൾ അങ്ങനെ കിടക്കണമെന്ന്, പാവം നമ്മുടെ വിഷ്ണു ഭഗവാൻ
ഒരു ന്യൂസ് പേപ്പർ പോലും വായിക്കാതെ എപ്പോഴും കിടക്കുന്നൊരു അലസനായിട്ടുള്ളൊരു ദൈവത്തിനെ പോലെ നമ്മൾ ഭഗവാനെ വെച്ചിരിക്കണോ? ഇതിൻ്റെയൊക്കെ പിന്നിൽ ചില ശാസ്ത്രീയ തത്വങ്ങളുണ്ട്. അത് മനസ്സിലാക്കാതെ നമ്മൾ ഭഗവാൻ സ്വർഗ്ഗലോകത്തിൽ, കാരണം ഇങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് ലോകങ്ങളൊക്കെ ഉറപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെ അറിയില്ല. നരകം എന്നുള്ളൊരു ലോകമുണ്ട്. അവിടെയാണെങ്കിൽ ആകെ എന്താണ്, മുടിയുടെ മുകളിൽ കൂടെ നടത്തി കീറി മുറുക്കി നമ്മളെ ചട്ടിയിലിട്ട് വറക്കേ, എങ്ങനെയൊക്കെയുള്ള കുട്ടിക്കാലത്തെ കേട്ടിട്ടുണ്ടല്ലോ. നമ്മൾ പല ലോകങ്ങളും ഉറപ്പിച്ചിട്ടുണ്ട്. പലരും ഈ വിശ്വാസത്തിലാണ് ഇരിക്കുന്നത്. ഇവിടുന്ന് വിട്ടിട്ടൊരു ലോകം ഉണ്ട് എന്നാണ്. ഇപ്പൊ ഇതുപോലെ നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ട്. സ്വർഗം എന്നൊന്നുണ്ട്, നരകം എന്നൊന്നുണ്ട്, വൈകുണ്ഠം എന്നൊന്നുണ്ട്, ഇങ്ങനെ ഗോലോകം എന്നൊന്നുണ്ട്. ഭാഗവതത്തിന് ഇതൊന്നും പറയാൻ സമ്മതമല്ല. വളരെ ശാസ്ത്രീയമായിട്ട് പറയാണ്. ഏതൊരാളുടെ മനസ്സാണോ സമബുദ്ധിയിലെത്തിയിരിക്കുന്നത്, ആ മനസ്സ് പരംപദം വൈഷ്ണവമാമനന്തി. ആ പദത്തിനെ എന്ത് പറയണം? വൈഷ്ണവപദം. ഏത്? നേതി നേതി. ഏതെല്ലാം വിട്ടുകഴിഞ്ഞാൽ അവസാനം ഏതൊരു ഭഗവത് ചൈതന്യത്തിലാണോ എത്തിച്ചേരുക. നമ്മുടെ ഋഷീശ്വരന്മാരുണ്ടല്ലോ, ഈശ്വരനിലേക്ക് എത്താനുള്ളൊരു മന്ത്രം പറഞ്ഞിരിക്കുന്നത് നേതി 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 എന്നാണ്. നേതി എന്ന് പറഞ്ഞാൽ അർത്ഥം മൂക്ക് വലിക്കുന്ന സാധനം അല്ലത്. ഇതല്ല എന്ന് വെച്ചാൽ എന്താ അർത്ഥം? രൂപമുള്ളതല്ല ഈശ്വരൻ. രൂപമുള്ളതൊക്കെ വിട്ടുകഴിഞ്ഞാൽ എന്തൊന്ന് അവശേഷിക്കുമോ അതാണ് ഈശ്വരൻ. നമ്മുടെ മനസ്സിന് ഈ നേതി എന്ന് പറയാൻ കാരണം, നമ്മുടെ മനസ്സിന് എപ്പോഴും രൂപങ്ങളെ ഗ്രഹിക്കാൻ എളുപ്പം സാധിക്കും. ഉദാഹരണത്തിന് നിങ്ങളോട് പറയാണ്, ലഡു ഒന്ന് മനസ്സിൽ ഭാവന ചെയ്യൂ. ഒരു പ്രയാസവും ഇല്ല, ഉരുണ്ട പോലെ ഇരിക്കും, നമുക്കറിയാം. ഇഡ്ഡലി നല്ലോണം, ഇതെല്ലാം നമ്മളൊക്കെ സാധിക്കും. എന്നാൽ നിങ്ങളോട് പറയാണ്, കുക്കുടു ഒന്ന് ഭാവന ചെയ്യൂ. കുക്കുടു അതെന്താ കുന്തസ്വാമി? ഒന്ന് കണ്ണടച്ചിട്ട് കുക്കുടു ഭാവന ചെയ്യൂ. പറ്റുമോ? എന്തുകൊണ്ട് പറ്റില്ല? അതിനൊരു രൂപം ഭാവവും ഇല്ല. ഇനി ഞാൻ നിങ്ങളോട് പറയാണ്, അത് ഇഡ്ഡലി പോലെയും അല്ല, അത് ലഡു പോലെയും അല്ല. എന്നാ പിന്നെ എന്താ, ദോശ പോലെയാണോ? എന്നാ ദോശ പോലെയല്ല. എന്നാ പിന്നെ ഏതുപോലെയാണ്? പുട്ടുപോലെയാണോ? ഒട്ടുമല്ല. പിന്നെ ഏതുപോലെയാണ്? നിങ്ങൾ എന്തൊക്കെയാണെന്ന് വിചാരിക്കണോ അതുപോലെയൊന്നല്ല. നേതി നേതി നേതി. എന്റെ സ്വാമി വട്ടുപിടിപ്പിക്കല്ലേ. പിന്നെയൊന്നുമില്ല, ബ്ലാങ്ക്. ഇതുപോലെ തന്നെയാണ് ഋഷീശ്വരന്മാര് പറയുന്നത്. അവിടെ എത്തുമ്പോൾ മനസ്സ് ബ്ലാങ്കായി മാറും. അപ്പം പറയാണ്, അപ്പം ബ്ലാങ്ക് ആണോ ഈശ്വരൻ? അല്ല. അതെങ്ങനെ മനസ്സിലായി? കാരണം അപ്പോഴും എൻ്റെ മനസ്സിൽ ഒന്നുമില്ല എന്നൊരു ബോധം നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി?